പൊതുവെ യാത്രകളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടോയ്ലറ്റിൽ പോകുക എന്നുള്ളത്. തമിഴ്നാട് ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ വഴിയരികിലൊക്കെ ധാരാളം നമുക്ക് ടോയ്ലറ്റുകൾ കാണാൻ പറ്റും. പൈസ കൊടുത്ത് കയറുന്ന ടോയ്ലറ്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടോൾ പ്ലാസയ്ക്ക് അടുത്തായിട്ട് തന്നെ ടോയ്ലറ്റുകളുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ പൊതുവെ അങ്ങനെ ഒരു സംവിധാനം വളരെ കുറവാണ്. ഞാൻ കണ്ടിട്ടുള്ളത് തൃശ്ശൂർ, അതുപോലെ തന്നെ വടക്കാഞ്ചേരി, ഈ രണ്ട് സ്ഥലത്ത് ആണ് ഞാൻ അങ്ങനെ ടോയ്ലറ്റ് കണ്ടിട്ടുള്ളൂ. പിന്നെ ഭൂരിഭാഗം ആൾക്കാരും ആശ്രയിക്കുന്നത് പെട്രോൾ പമ്പുകളിലാണ്. ഈ പെട്രോൾ പമ്പുകളിലെ ബാത്റൂമിലൊക്കെ ഞാൻ കയറുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കാരണം അവർ പമ്പിലെ ബാത്റൂം വളരെ മനോഹരമായിട്ട് തന്നെ പണിത് വെക്കുകയും അത് വരുന്ന ആളുകൾ, എല്ലാവരും അല്ല, ചിലർ കയറി വളരെ മോശമായ രീതിയിലാക്കി. അവിടുത്തെ പൈപ്പ് അടക്കം ചില ആളുകൾ കയറിയാൽ വെള്ളം പോലും ഒഴിക്കില്ല. അങ്ങനെ എത്രത്തോളം അത് മോശമാക്കാൻ പറ്റുമോ അത്രത്തോളം മോശമാക്കും. അപ്പം ഇത് ക്ലീൻ ചെയ്യുന്നവർക്ക് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. ചില പമ്പുകളൊക്കെ അതുകൊണ്ടാണ് പൂട്ടി താക്കോലൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ കഴിയുന്നതും നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് പമ്പുകളിൽ പോയി നമ്മുടേതായ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിർവഹിക്കാൻ അവർ സൗകര്യം ഒരുക്കുമ്പോൾ അതിനെ നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റ് നമ്മൾ എങ്ങനെയാണോ മാന്യമായി നോക്കുന്നത് അതുപോലെ മാന്യമായി നോക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം. ചില തമിഴന്മാരൊക്കെ വന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ തോന്നും ഇവരൊക്കെ ചന്തി കഴുകാണ്ടാണ് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെള്ളം പോലും വെച്ചിട്ടുണ്ടാവില്ല, ക്ലോസറ്റിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്രയ്ക്കും വൃത്തികേടാക്കി ഇടുമ്പോൾ ഏതൊരാൾക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവും. പുതിയതായിട്ട് വന്ന കുറേ പമ്പുകളുണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ്, നയാര, ഇതൊക്കെ അവർ ആ ബാത്റൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലെ ബാത്റൂമൊക്കെ മാറി നിൽക്കും. അത്രയും മനോഹരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷെ അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതേ പമ്പിലേക്ക് കയറുമ്പോൾ ആ വാതിലിൻ്റെ ഡോറ്, അതിലെ പൈപ്പ്, അതിലെ എല്ലാം നശിപ്പിച്ചിട്ടേക്കണ കാണാം. അപ്പം ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഇതെന്താണ് ഈ വന്ന് കയറുന്നവർക്ക് വെളിവില്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മാന്യമായി അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം മരിച്ചുപോയി കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, അതായത് ഈ വലിയ പൈസ ഉള്ളവൻ വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ വലിയ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ചൂടുവെള്ളത്തിലിട്ട പ്ലേറ്റ് വേണം, തലയിൽ തൊപ്പി വെച്ച ആൾക്കാർ വേണം, ഭക്ഷണത്തിലൊരു മുടിനാര് പോലും കാണാൻ പാടില്ല, എല്ലാം ക്ലീൻ ആയിരിക്കണം. അപ്പം അത്രയും ശുദ്ധിയോടുകൂടിയാണ് ഭക്ഷണം കഴിക്കാൻ പോണവൻ സൂക്ഷിക്കുന്നത്. പക്ഷെ അവനെ ഇത്തിരി വെള്ളം അടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യുന്നു? വെള്ളം അടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയാമോ? വെള്ളം അടിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന പരിപാടി, പൊട്ടിയ ഗ്ലാസ് ആണെങ്കിലും അവൻ നിന്ന് വെള്ളം അടിക്കും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അപ്പോൾ പൊട്ടിയ ആ ഒരു വെള്ളത്തിൽ നിന്നിട്ട് വെള്ളം അടിക്കാനുള്ള അവസരത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ അപ്പോൾ ഒരു മദ്യപാന ടെസ്റ്റ് നടത്തിയതാണ് പോലീസുകാർ. മദ്യം ഗവൺമെന്റ് ഇറക്കുന്നതാണ്, പക്ഷെ അത് കഴിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അത് വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുമുണ്ട്. എല്ലാവരും വീട്ടുപടിക്കൽ ഓൺലൈനായിട്ട് അതെത്തിക്കാനുള്ള സംവിധാനം. എല്ലാവരും മാക്സിമം മദ്യം കഴിക്കാൻ ശ്രമിക്കാനാണ് ഗവൺമെന്റ് നമ്മളോട് പറയുന്നത്. പക്ഷെ സിനിമ കാണാൻ കയറുമ്പോൾ എഴുതി കാണിക്കുന്ന കാണുമ്പോൾ വല്ലാത്ത പ്രയാസം തോന്നും. സർക്കാർ ഈ സാധനം ഇറക്കുകയും ചെയ്യും. അതിൻ്റെ സർക്കാരിൻ്റെ ഒരു പരസ്യം, ഈ മദ്യം അടിക്കുന്ന സീൻ വരുമ്പോൾ മദ്യം ആരോഗ്യത്തിന് ഹാനികരം, പുകവലിയുടെ പരസ്യം, പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറഞ്ഞ് പരസ്യം കാണിക്കുകയാണ്. ഇത് വിൽക്കുന്നത് സർക്കാരാണ്, ഇതിൻ്റെ ലാഭം എടുക്കുന്നത് സർക്കാരാണ്. അപ്പോൾ മനുഷ്യൻ നശിച്ചാലും സർക്കാരിന് ലാഭം കിട്ടുമെന്നുള്ള ഒരു കോമഡി ഇതിൻ്റെ ഇടയിൽ കൂടി അത് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പെട്രോൾ പമ്പിൽ മൂത്രമൊഴിക്കുന്ന കഥയാണ്.
അപ്പൊ അങ്ങനെ ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഇത്രയും സൂക്ഷ്മത പാലിക്കുന്നവനെ മദ്യം കഴിക്കാനായിട്ട് ആരെങ്കിലും വിളിച്ചാൽ പൊട്ടിയ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല, ബാത്റൂമിലെ വെള്ളമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് മൂത്രപ്പുരയൊന്നും അന്വേഷിച്ച് നടക്കൂല. ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു വഴിയോരത്ത് തന്നെ ഇന്ന് മുള്ളാൻ മടിയില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ തന്നെ നമുക്ക് സൗകര്യങ്ങളുള്ളതിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വിഷയങ്ങളുമായിട്ട് വരാം. നമുക്ക് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കാം.